ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല പുള്ളീനെ, അല്ലെങ്കിൽ പുള്ളീനെ എനിക്കും തിരിച്ചു വേണേ അങ്ങനെ വിളിക്കാം. ഞാൻ ഒന്നും തിരിച്ചു വിളിച്ചില്ല. ഞാൻ കേട്ടു ഇതെന്നെ ഓൾറെഡി ട്രോൾ ചെയ്താണ്. ആ സമയത്ത് ആ ബുക്ക് വായിച്ചു. ആ ബുക്ക് വയ്യാണ്ട് ട്രിപ്പ് ഇട്ട് കിടക്കുവാണ് എൻ്റെ കയ്യില്. പുള്ളി പറയണേ, അങ്ങോട്ട് വാ, അവിടെ കുറെ പണി. ഞാൻ പറഞ്ഞത് ഇതെങ്ങനെയാണ് സ്വഭാവം, ഇതാണ് സ്വഭാവം, A to Z കാര്യങ്ങൾ ഈ ഞാൻ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ പുള്ളി ചെയ്യത്തില്ല എന്നുള്ള രീതി പറഞ്ഞു. എനിക്കത് വെറുത്തുപോയി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് ഡിവോഴ്സിന്റെ. സത്യം പറഞ്ഞാലേ എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഇങ്ങനെ വന്നു. നിനക്കിത് മാത്രമേ ഉള്ളൂ പറയാനേ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും എൻ്റെ യൂട്യൂബ് ആണെങ്കിലും എടുത്തൊക്കെ അറിയാം, ഞാൻ ഇത് മാത്രമല്ല ഇടുന്നത്. ഞാൻ ഒരുപാട് കോണ്ടന്റുകൾ ഇടുന്നുണ്ട്, പല ടോപ്പിക്സിനെ കുറിച്ച് ഞാൻ ഇടുന്നുണ്ട്. അതിലൊരു ടോപ്പിക്കാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. സത്യം പറഞ്ഞാൽ പാർട്ടായിട്ട് ഇങ്ങനെ ഇടാനുള്ള റീസൺ തന്നെ ഇതെങ്ങനെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു. എനിക്ക് നേരെ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ വരുമോന്നും എനിക്ക് അറിയണമായിരുന്നു. അപ്പം നമുക്ക് ആ പാർട്ട് 1 നിന്ന് തന്നെ തുടങ്ങാം. പാർട്ട് 1 എനിക്ക് ആകെ കിട്ടിയ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് എന്ന് പറയുന്നത് പേര് വായിക്കാൻ പറ്റാത്ത ഒരാളുടെയാണ്. ഉയ്യുലോലിഡിബിയോ അങ്ങനെ എന്തോ ആണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞൊരു കാര്യം, ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത് എന്തോ വലിയ അസുഖം പോലെ പറഞ്ഞു വെക്കുവാണല്ലോ നിങ്ങൾ. അതേപോലെ 19 വയസ്സിൽ നിങ്ങൾക്ക് എന്ത് കൺസിഡറേഷൻ തരണമായിരുന്നു? അങ്ങനെ തരണമെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടുകാർ ആദ്യം നിങ്ങൾക്ക് തരണമായിരുന്നു. ഫസ്റ്റ് ബ്ലെയിം ദം. ഒരു ഡിഗ്രി വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാതെ നിങ്ങൾ IAS കാരൻ വരണമായിരുന്നു കെട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇക്വാളിറ്റിയെ പറ്റി വാദാറത് സംസാരിക്കുന്ന നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നില്ലല്ലോ. ഹൗസ് ഇല്ലി യുവ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഹസ്ബൻഡിന് ഒരു ക്യാൻസർ വന്നാൽ ഉടനെ അയാളെ ഡിവോഴ്സ് ചെയ്യുമോ? കൊള്ളാം, നല്ല റീസൺസ്. അടുത്ത വീഡിയോ ഇട്ട് സ്വയം നാറണ്ട. ഈ പുള്ളിക്കാരൻ്റെ എന്ത് വൃത്തികെട്ട മനസ്സാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ തന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വല്ലാണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ഇനി ആ എക്സ് ഹസ്ബൻഡിൻ്റെ ആരെങ്കിലും ആണോ ഇത്? ഇനിയോ അതോ അയാൾ തന്നെയാണോ, അതോ അയാളുടെ കസിനോ? അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കേട്ടോ. അപ്പോൾ വാട്ടെവർ. അപ്പം എനിക്ക് ഇതിന് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിലാണ് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കുമെന്ന്. ഡയബറ്റിക്സ് ഉള്ളത് ഒരു മോശം കാര്യമാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് മറച്ചു വെച്ചതാണ് ഞാൻ വലിയ ആനക്കാര്യമായിട്ട് പറഞ്ഞു തരാറ്. അല്ലാതെ ഡയബറ്റിക്സ് ഉള്ളത് ഒരു ആനക്കാര്യം ആയിട്ട് ഞാൻ പറഞ്ഞില്ല. യെസ്, അത് ആനക്കാര്യമാണ്. കാര്യം ഒരു ആണിലാണെങ്കിലും പെണ്ണിലാണെങ്കിലും ഡയബറ്റിസ് ഉണ്ടാകുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാണാം. അതെന്തൊക്കെയാണെന്ന് പോയിട്ട് താങ്കൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ ChatGPTയോട് ചോദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഞാൻ മെയിൻലി പറഞ്ഞ 2 കാര്യം, ഒന്ന് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത്. അത് ഉണ്ടെന്നുള്ളതല്ല, അത് മറച്ചു വെച്ചതാണ് വലിയ കാര്യം. അതുകൊണ്ട് ഞാനിവിടെ ഒന്നും കൂടെ തിരുത്തി പറയാം, അത് മറച്ചു വെച്ചതാണ് വലിയ കാര്യം. ഓക്കെ, അല്ലാതെ രോഗം ഉള്ളതല്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, പുള്ളി പറഞ്ഞത് എന്നെ കേട്ടാൻ IAS കാരൻ വരുമായിരുന്നു, ഞാൻ ഒരു ഡിഗ്രി പോലും പൂർത്തിയാക്കിയിട്ടില്ല. എനിക്ക് IAS കാരൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗൾഫുകാരനെ കെട്ടാൻ ആ സമയത്ത് തയ്യാറാവില്ലല്ലോ ചേട്ടാ. പക്ഷെ ഗൾഫുകാരനാണെന്നും പറഞ്ഞ് ആൾ കല്യാണം കഴിച്ചിട്ട് ആൾക്ക് ജോലി ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ജോലി ഇല്ലെങ്കിൽ ജോലി ഇല്ല എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചൂടെ? എക്സാമ്പിൾ, എൻ്റെ ഹസ്ബൻഡ്, ഈ മനുഷ്യൻ എന്നെ 2021 കല്യാണം കഴിക്കുമ്പോൾ കൊറോണ കാരണം ജോലി പോയി 1.5 വർഷമായിട്ട് ജോലിയും കൂലിയും ഇല്ലാതെ നിൽക്കുവാണ്. അപ്പം എന്നെ കെട്ടിയ സമയത്ത് പോലും തിരിച്ചു വിളിക്കുക ഒന്നും ചെയ്തില്ല. എമിറേറ്റ്സ് എയർലൈൻസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കുറേ പേരുടെ ജോലിക്ക് പോയ കൂട്ടത്തിൽ പുള്ളിയുടെയും ജോലി പോയി. 1.5 വർഷമായിട്ട് ഒന്നര വർഷമായിട്ട് വീട്ടിൽ ജോലി ഇല്ലാതെ നിന്ന സമയത്താണ് എനിക്ക് ആ പ്രൊപ്പോസൽ വരുന്നത്. എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് ജോലി ഇല്ല, ഇനി വിളിക്കുമോന്ന് അറിയില്ല, വിളിച്ചേ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നാട്ടിൽ നിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കിത് ഓക്കെ ആയിരുന്നു. അങ്ങനെയുള്ള പെൺകുട്ടികളും കാണും. അല്ലാതെ ജോലി ഇല്ലാത്തൊരാൾ ജോലി ഉണ്ട് എന്നും പറഞ്ഞതിനേക്കായി സ്ത്രീധനം കൂട്ടി മേടിച്ച് കെട്ടേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് IAS കാരൻ്റെ ആവശ്യമൊന്നും ഇല്ല. ജോലി ഇല്ലാത്ത ഒരാളെ കെട്ടാൻ ഞാൻ തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആ സമയത്ത് കെട്ടിയത്, ജോലി ഇല്ലാത്ത സമയത്ത്. അപ്പം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. അപ്പം ഞാൻ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയിരുന്ന 2 കാര്യങ്ങൾ ഇതായിരുന്നു. പുള്ളി കംപ്ലീറ്റ്ലി ഈ 2 കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ഇത് വീട്ടിൽ പറയണ്ടെന്നും പറഞ്ഞു. അപ്പം ഒരു 19 വയസ്സുള്ള ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ ഒരു ഉണ്ടാവുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഡിസ്കസ് ചെയ്തെന്ന് വരും. ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ. അതല്ല, ലവ് മാരേജ് ആണെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. കാര്യം എനിക്ക് അയാളെ വേണം, എനിക്ക് അയാളോട് സ്നേഹമുണ്ട്. അപ്പോൾ എന്ത് രീതിയിൽ നമുക്ക് കല്യാണം നടത്തിയാൽ മതി. അപ്പം
ഒരു ലവ് മാരേജ് ആകുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തൊക്കെ കെട്ടിയെന്ന് വരും. ചിലപ്പോൾ നമ്മൾ വീട്ടുകാരോട് എല്ലാം ഒന്നും പറഞ്ഞൊന്നും വരത്തില്ല. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കൂലേ. അപ്പം ഒരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പം ഈ 2 കാര്യങ്ങളും പറയാണ്ട് കെട്ടിയത് തന്നെ ഭയങ്കര ഒരു തെറ്റായിട്ട് ഞാൻ പറയുന്നു. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്നെ പുട്ടിയടിച്ച് വെളുപ്പിക്കാനോ പുള്ളീനെ കരി വാരിത്തേക്കാനോ ഒന്നും പോകുന്നില്ല. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ അന്തസ്സായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയും. ഐ ഡോണ്ട് കെയർ. എന്നെ ആര് ജഡ്ജ് ചെയ്താലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. അപ്പം നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. വീണ്ടും നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. അപ്പം ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി ഈ പറയണ പോലെ തിരിച്ചു പോയില്ല. തിരിച്ചു പോകാൻ പുള്ളിക്ക് ജോലിയില്ല, ഇങ്ങനെ നിൽക്കുവാണ്. വല്ലപ്പോഴും ഒക്കെ ഹാർബറിലൊക്കെ പോയി വല്ല പണിയൊക്കെ എടുക്കും. അപ്പം പുള്ളിക്ക് ഇതിൻ്റെ കൂടെ ഷുഗർ ഉണ്ട്. ഞാനും പുള്ളിയും കൂടാണ് പിന്നെയുള്ള ചികിത്സ, അതായത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ ചെക്കപ്പിനെല്ലാം നമ്മളാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും ഈ ആൽക്കഹോളൊന്നും കൺസ്യൂം ചെയ്യരുതെന്നൊക്കെ പറയും. പുള്ളി കേൾക്കത്തില്ല. പുള്ളി രാത്രി പോയി കള്ളം കുടിച്ച് തോന്നിയ സമയത്തൊക്കെയാണ് വന്ന് കയറുന്നത്. അങ്ങനെ നമ്മൾ 4 പേരെ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതായത് പുള്ളിയുടെ അച്ഛനും അമ്മയും ഞാനും പുള്ളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് പുള്ളിക്ക് ഒരു അനിയനുണ്ട്. പുള്ളിക്കാരൻ പട്ടാളത്തിലാണ്. പുള്ളിയും വൈഫും കൂടെ വന്നു. വൈഫും കൂടെ വന്നപ്പം എനിക്കാണെങ്കിൽ നമ്മൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, വഴക്കൊന്നും മറ്റുള്ളവർ കാണുന്ന എടുക്കുന്നൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം അവർ ഞാൻ കാണുമ്പോഴത്തേനും ശരിക്കും ഞാൻ കമ്പയർ ചെയ്തു. ശരിക്കും എനിക്കറിയില്ല ദാമ്പത്യ ജീവിതം എന്ന് പറയുന്ന സാധനം എന്താണ്. ഞാൻ നോക്കുമ്പം അവർ തമ്മിൽ വഴക്കിടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്കും പുറത്ത് സൗന്ദര്യപ്പണക്കം അല്ലാണ്ട് പുള്ളിക്കാരൻ ആളോട് നിൽക്കണ ഒരു രീതിയുണ്ട് വൈഫിനോട്. അപ്പം ഞാൻ നോക്കുമ്പം ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി. എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ. അത് ഓരോ ജോലി ചെയ്യുമ്പോഴും പുള്ളിക്കാരത്തിയെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ മനസ്സിലായില്ലേ. നമ്മളൊരു വൈഫിന് എന്താണോ വേണ്ടത് അതെല്ലാം ഞാൻ നോക്കുമ്പം അവർക്കിടയിലുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഞാൻ കണ്ണ് വെച്ചതല്ലേ ഇനി അത് പറയല്. അപ്പം ഞാൻ നോക്കുമ്പം ഞാൻ കമ്പയർ ചെയ്യാൻ തുടങ്ങി. കാര്യം എൻ്റെ വീട്ടിൽ നല്ല ഒരു 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 ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് കണ്ടല്ല ഞാൻ വളർന്നത്. അച്ഛനും അമ്മയും എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പം എനിക്കത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൽ നല്ല കുറവുണ്ടല്ലോ, എന്തൊക്കെയോ കാര്യങ്ങളുടെ കുറവുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അപ്പോൾ പുള്ളി പിന്നീട് ഇതുപോലെ മുന്നേ പുള്ളി ഇങ്ങനെ ലേറ്റായി കള്ള് കുടിച്ച് തിരിച്ച് രാത്രിയൊക്കെ വരുമ്പോഴത്തേനും ഞാൻ വലിയ വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല. അവർ അമ്മ നല്ല വഴക്ക് പറയുമായിരുന്നു. ഞാൻ പക്ഷേ വലിയ അടിയൊന്നും ഉണ്ടാക്കാൻ പോകത്തില്ല. എന്നാലും ഞാൻ പറയും ഇങ്ങനെ ഡയബറ്റീസ് ഉള്ളതല്ലേ, കള്ള് കുടിക്കരുതെന്നൊക്കെ ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഇടയ്ക്ക് പുറത്ത് പോകുന്നു, എടുക്കുന്നു, ഇവർ തമ്മിലുള്ള സ്നേഹമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യനൊരു ഇത് തോന്നുമല്ലോ, എനിക്കത് കിട്ടുന്നില്ലോ എന്ന്. അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കാൻ തുടങ്ങി. പുള്ളിയോട് എനിക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പ്രതികരിച്ചു തുടങ്ങി. ആ സമയത്താണ് പ്രതികരിച്ചു തുടങ്ങിയത്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു തവണ പുറത്തെന്തോ പോയി ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കറങ്ങി നടന്നിട്ട് രാത്രി തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ അടി ഉണ്ടാക്കി. കാര്യം ഞാൻ സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തിട്ട് പുള്ളി കേട്ടില്ല. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ താഴെ കിടന്ന് നമ്മൾ ബഹളം വെച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചു. പുള്ളി എന്നെ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ പുള്ളിനെ എന്തൊക്കെ പറഞ്ഞു. അവർ അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, നീ എന്തോ കാണിക്കുന്നത്, നീ ഇങ്ങനെയാണോ ചെയ്യുന്നത് ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ചുകൊണ്ട് വന്നിട്ട് എന്നൊക്കെ പുള്ളിക്കാരൻ്റെ അമ്മയെ വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, താഴെ ഇരുന്ന് ഈ സംസാരം വേണ്ട, കയറി വാ, റൂമിൽ വാ. ഇയാൾ ഒരു വിധത്തിൽ മേളിൽ കയറി വന്നില്ല, റൂമിൽ വന്നില്ല. എനിക്ക് സത്യം പറയാമല്ലോ, ഞാൻ ഒരു വലിയൊരു മണ്ടത്തരം ആ സമയത്ത് കാണിച്ചു. എനിക്ക് സങ്കടവും ദേഷ്യവും എൻ്റെ ലൈഫ് കോഞ്ഞാട്ടയായി എന്നുള്ള തോന്നലും എല്ലാം കാരണം ഞാൻ എൻ്റെ കൈ മുറിച്ചു ആ വീട്ടിൽ വെച്ചിട്ട്. അത് എനിക്കറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കാണാൻ പറ്റുമായിരിക്കും, അപ്പം എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ മണ്ടത്തരം ചെയ്തു. അപ്പം എന്നിട്ട് എൻ്റെ അനക്കമൊന്നുമില്ല, മേളിൽ കയറിപ്പോയി എൻ്റെ അനക്കമില്ല. ഞാനിങ്ങനെ കൈ മുറിച്ചു. ബ്ലഡ് കുറേ പോയിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. അനി എൻ്റെ വൈഫ് വന്ന് കണ്ടു സംഭവം. വന്നിട്ട് അവരെ വിളിച്ചപ്പോൾ ഈ പുള്ളി എന്നോട് ഭയങ്കര ദേഷ്യം. എനിക്കൊരു അടിയും തന്നു തോന്നുന്നു. നീ എന്തായി കാണിക്കുന്നത് പറഞ്ഞ് എനിക്കൊരു അടി തന്നു പുള്ളിക്കാരനാണ്. ഒരുപാട് നോവുന്ന രീതിയിലല്ല, പക്ഷെ എന്നെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എന്തായി കാണിക്കണേ, നിനക്കെന്താ പ്രാന്താണോ? അപ്പോൾ അവർ അമ്മയൊക്കെ മാറി, ക്യാരക്ടർ മാറിയിട്ട് അവർ അമ്മയൊക്കെ പറഞ്ഞു, ഇവിടെ വീട്ടിൽ കൊണ്ടാക്കുക, ഇതൊക്കെ ഇവിടെ വന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കൊണ്ടാകാനൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കങ്ങനെ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ എന്തെന്നറിയാമോ, എനിക്ക് മനസ്സിന് ഒരുപാട് സങ്കടം വരുമ്പോഴത്തേനും എനിക്ക് ആ ടൈമിൽ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ എന്നെ ഉപദ്രവിക്കുമ്പം എനിക്ക് കുറച്ച് സമാധാനം കിട്ടും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തതല്ല, ചാവണം എന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല ചെയ്തത്. കാര്യം എനിക്ക് പുള്ളിയായിട്ടുണ്ടായ താഴെയുള്ള പ്രശ്നങ്ങളൊന്നും അത് എല്ലാം കൂടെ തലയിൽ വെക്കാൻ പറ്റിയ ഒരു ഏജ് ആയിരുന്നില്ല അന്ന്. അപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ആ ഒരു സമയം കഴിയുമ്പോഴത്തേനും ഡിഗ്രി എന്തോ
കംപ്ലീറ്റ് ഞാൻ ആക്കിയിട്ടെന്നോ നിൽക്കണം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കണ ഒരു സമയമാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ വേറെ പഠിക്കാൻ പോകണം, അവർ വേറെ സ്ഥലത്ത് പോകണം. ഞാൻ ഈ ഒരു മാരേജിൽ ഞാൻ ആഗ്രഹിക്കണ പോലെ എന്നോടൊന്നും സ്നേഹത്തിൽ നിൽക്കണ പോലും അല്ലാത്ത ഒരാളുമായിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയൊരവസ്ഥ എനിക്കുണ്ടായി. അപ്പം അതൊക്കെ തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് ഭയങ്കര കുറ്റകൃത്യമാണ്, നിങ്ങൾ ആരും നിങ്ങളെ ഉപദ്രവിക്കരുത്. ഇപ്പോൾ എനിക്ക് എന്ത് തേങ്ങ ആരിൽ നിന്ന് ഉണ്ടായാലും ഞാൻ എന്നെ ഉപദ്രവിക്കത്തില്ല. ആ പരിപാടി ഞാൻ നിർത്തി. കുറച്ച് നാളായിട്ട് ഒരു 3-3.5 വർഷമായിട്ട് ഞാനത് നിർത്തി. ആ പരിപാടി ഞാൻ നിർത്തി. ഞാൻ ഇനി എന്നെ ഉപദ്രവിക്കത്തില്ല. എന്ത് വന്നാലും ഞാൻ എന്നെ ഉപദ്രവിക്കത്തില്ല. അപ്പം അന്ന് അങ്ങനെ സംഭവിച്ചു. ഞാൻ പറയണം, ഓരോ സ്റ്റേജ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും എൻ്റെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയും വേണ്ട എന്നുള്ളൊരു മൈൻഡ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ അനിയനും വൈഫും വന്നിട്ട് എൻ്റെ വീട്ടിലോട്ടൊന്നും വന്നിട്ടില്ല. നമ്മളങ്ങനെ എൻ്റെ വീട്ടിലോട്ടൊക്കെ പോയി. അങ്ങനെ പോയിട്ട് നമ്മൾ വേറൊരിടത്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് എന്തോ റെസ്റ്റോറൻറ്റോ അതോ ആറ്റിൻ്റെ തീരത്തോ എന്തോ ഇവരെ സ്ഥലം കാണിക്കാൻ എന്തോ പോയ സമയത്ത് എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ കുറ്റമൊന്നും പറയല്ല ആളെ, പക്ഷേ പുള്ളിനെ എന്നെയും കമ്പയർ ചെയ്യുമ്പം ഞാൻ തന്നെയാണ് കുറച്ച് എന്താ അതിനെ ബോഡി ഷെയ്മിങ് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയണേ. ഞാൻ തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറയും. അത് അന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴാണെങ്കിലും അങ്ങനെയാണ്. ഞാൻ തന്നെയാണ് മെച്ചെന്ന് പറയും. പക്ഷേ ഈ അനിയനും വൈഫും ഞാനും പുള്ളിയോട് ഇരുന്ന സമയത്ത് ഒന്നേ ഞാൻ പുള്ളിനെ വെറുത്തിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിയുടെ ഡയലോഗ് പറയാ, ഡയലോഗല്ല, എന്നെ ഒരു 100 തവണ പുള്ളി ആണോടി കറുമ്പി, ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടേ ആണോടി കറുമ്പി നീ അതാണോടി കറുമ്പി എന്ന് പറഞ്ഞു. സോ ഐ വാസ് ലൈക്ക്, എന്നെ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ, അന്ന് വരെ ആരും വിളിച്ചിട്ടില്ല കേട്ടോ. അപ്പം എനിക്കങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അനിയൻ ഇരിപ്പുണ്ട്, അനിയൻ്റെ വൈഫ് ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പം അനിയൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറഞ്ഞു, അത് കൊള്ളാം, ഒറ്റക്കാലേ മുടന്തുള്ള ആളിനെ 2 കാലേ മുടന്തുള്ള ആൾ കളിയാക്കുന്നു, അത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു ചെറിയ ആശ്വാസമായി. ഞാൻ ആലോചിക്കുകയാണ്, എനിക്ക് അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നും തിരിച്ചു പറഞ്ഞില്ല പുള്ളീനെ, അല്ലെങ്കിൽ പുള്ളീനെ എനിക്കും തിരിച്ചു വേണേ അങ്ങനെ വിളിക്കാം. ഞാനൊന്നും തിരിച്ചു വിളിച്ചില്ല, ഞാൻ കേട്ടോണ്ടിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഹേർട്ടാവും കേട്ടോ. എനിക്ക് എൻ്റെ കളറ് അല്ലെങ്കിൽ എൻ്റെ ബോഡി വൃത്തികേട് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ ഇഷ്ടമില്ല. ഞാൻ ആൾക്കാരോട് അങ്ങോട്ടും പറയാൻ പോകത്തില്ല, അയ്യേ ഇതെന്താ തടിച്ച് ചീത്തയായി, അല്ലെങ്കിൽ ഇതെന്താ മേലിങ്ങ ഉണക്കക്കമ്പ് പോലെ ആയല്ലോ, ഇതെന്ത് പറ്റി, മുഖം എന്താ ഇങ്ങനെ ഇരിക്കണം, എന്തോ മുഖക്കുരു വന്നോ എന്നും പറഞ്ഞ് ഞാൻ ആരെയും കളിയാക്കാറില്ല. അപ്പം എനിക്കത് തിരിച്ച് കിട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ആരെയും കളിയാക്കാത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോരോ എക്സാമ്പിൾ പറയാം. അതൊക്കെ വിട്ട്, അതൊക്കെ കുഞ്ഞു സില്ലി കാര്യങ്ങളല്ല, അതൊക്കെ ഞാൻ വിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിതുപോലെ യൂറിനറി ഇൻഫെക്ഷനും എല്ലാം കൂടെ വന്നു, പനിയൊക്കെ അടിച്ച് BP ഒക്കെ ലോ ആയി. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനാണേ ലോ ഒക്കെ ആയി. ഞാൻ അപ്പടി കടന്നുപോയി. അങ്ങനെ മാതാ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കി. മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയപ്പോൾ പുള്ളി ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കണ ഒരാളാണ്, പണിക്ക് പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിന്നത്, എൻ്റെ A to Z കാര്യങ്ങൾ നോക്കി. കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മളിപ്പം നന്നായി ആഗ്രഹിക്കും ഹസ്ബൻഡ് കൂടെ വേണമെന്ന്. പക്ഷെ പുള്ളി എൻ്റെ കൂടെ നിന്നില്ല. പുള്ളി കൂട്ടുകാരോടെ അടിച്ചു പൊളിക്കുകയായിരുന്നു. ഞാൻ 6 ദിവസം എന്തോ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിൽ ഒരു ദിവസം, ആദ്യത്തെ ദിവസം അഡ്മിറ്റ് ആയ ദിവസം പുള്ളി വന്നു, ഉള്ളതുപോലെ പറയണമല്ലോ, വന്നിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് ആക്കിയ ദിവസം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരൊറ്റ ദിവസമേ വന്നോളൂ. ഇവരെ വീടും മാതാ ഹോസ്പിറ്റലിൽ തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ല വന്ന് പോകാനാ. എന്നാൽ ജോലി ചെയ്യണ ഒരാളാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം, കുഴപ്പമില്ല. ജോലിക്കും പോണില്ല. പുള്ളി എൻ്റെ അടുത്ത് ഒരൊറ്റ ദിവസം വന്നു. ആ ഒരൊറ്റ ദിവസം പുള്ളി വന്നത് തന്നെ എന്തിനാന്ന് ഞാൻ വിചാരിച്ചു. പുള്ളി എൻ്റെ അടുത്ത് വന്നിരുന്ന് പറയാണേ, വയ്യാണ്ട് ട്രിപ്പ് ഇട്ട് കിടക്കുവാണ് എൻ്റെ കയ്യിൽ. പുള്ളി പറയണേ, അങ്ങോട്ട് വാ, അവിടെ കുറേ പണിയുണ്ട്, എൻ്റെ തുണിയും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ എടുത്തിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ അമ്മ ഭയങ്കര പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ പോയി കഴിഞ്ഞിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞു, എന്താ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് സ്വഭാവം, ഇതാണ് സ്വഭാവം, A to Z കാര്യങ്ങൾ ഈ ഞാൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പുള്ളി ചെയ്യത്തില്ല എന്നുള്ള രീതി പറഞ്ഞു. എനിക്കത് വെറുത്തുപോയി. അങ്ങനെ അന്ന് വയ്യാതെ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടെ നമ്മുടെ അടുത്ത് സ്നേഹമുണ്ടോ, ആത്മാർത്ഥമായ സ്നേഹം ഉള്ളിന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹം ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കുഞ്ഞു കാര്യങ്ങളാണല്ലോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതുള്ള കാര്യങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് ലാസ്റ്റ്
പുള്ളിക്ക് ഒരു ജോബ് സെറ്റായി വിത്ത് ജോബ്, വിസ ശരിയായി വിത്ത് ജോബ്. അതൊരു എന്തോ ഒരു സൈറ്റ് സൂപ്പർവൈസറോ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു ഖത്തറിൽ. അതപ്പം അയാളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ആ വിസ ശരിയായി കൊടുത്തത്. അതിനൊരു 1 ലക്ഷമോ അത്രയോ എന്തോ കൊടുക്കണമായിരുന്നു. എൻ്റെ ഗോൾഡ് എടുത്ത് പണയം വെച്ചിട്ടാണ് അങ്ങനെ പുള്ളിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയത്. ഞാനിത് പറയുകയും ചെയ്യില്ല, അത് പുള്ളി അത് തിരിച്ചെടുത്ത് തന്നു കേട്ടോ. ഇനി അത് തെറ്റ് പറയാനില്ല. പുള്ളി ജോലി കിട്ടി ശമ്പളമായി കഴിഞ്ഞപ്പോൾ പുള്ളിയെ തിരിച്ചെടുത്ത് തന്നു. അങ്ങനെ പുള്ളി പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എൻ്റെ ഡിഗ്രിയുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വന്നു. എനിക്ക് നല്ല മാർക്കോടുകൂടി ഞാൻ ഡിഗ്രി പാസ്സായി കേട്ടോ. പുള്ളിയോട് ഞാൻ പറഞ്ഞു, അപ്പം നമ്മൾ വിളിക്കും പറയും, പക്ഷേ പുള്ളി ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് തികച്ച് എന്നോട് സംസാരിക്കത്തില്ല. പുള്ളി ഫോണും കട്ട് ചെയ്ത് അങ്ങ് പോകും. പുള്ളി എനിക്ക് സമയം തരത്തില്ല, എന്നെ വിളിക്കത്തില്ല, പറയത്തില്ല. അങ്ങനെ ഒരു തവണ വിളിച്ചപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ പറഞ്ഞു, അന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയമാണ്, ഡിഗ്രി കഴിഞ്ഞിട്ട് PGക്ക് അപ്ലൈ ചെയ്യുന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് PGക്ക് ഇങ്ങനെ ചേരണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറയുകയാണേ, നിന്റെ വീട്ടുകാർ പറഞ്ഞത് തുടർന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ഡിഗ്രി തുടർന്ന് പഠിച്ചു, നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, നീ ഇനി ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പെട്ട അവസ്ഥ തോന്നി കേട്ടോ. ഞാൻ നോക്കുമ്പം എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എല്ലാവരും വേറെ കോഴ്സിന് പോകുന്നു, അവർ വേറെ സ്ഥലത്ത് പോകുന്നു, അവർ അടിച്ചു പൊളിച്ച് നടക്കുന്നു. അവരെക്കാളൊക്കെ ഏകദേശം മാർക്ക് എനിക്കുണ്ടായിരുന്നു, സത്യം പറയാണല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് തുടർന്നും പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഇങ്ങനെ എല്ലാ റെസ്ട്രിക്ഷൻസാണ് പുള്ളി. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാർ കല്യാണം ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് പൊക്കോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പോകണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞു, ഡിഗ്രിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ട്. പിന്നെ എനിക്കൊരു പോയിന്റിൽ ഞാൻ പിന്നെ അങ്ങനെ കുറേ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി, ബുക്കും കാര്യങ്ങളൊക്കെ വായിച്ചു. സത്യം പറയാമല്ലോ, അങ്ങനെയാണ് ഞാൻ ആൽക്കിമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് ആ സമയത്ത് വായിച്ചു. ഇതെന്നെ ഓൾറെഡി ട്രോൾ ചെയ്താണ്. ആ സമയത്ത് ആ ബുക്ക് വായിച്ചപ്പം ഞാനിപ്പോൾ കിടക്കുന്ന ഒരു പൊട്ടക്കിണറ്റിലാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും ഭയങ്കര ആഗ്രഹം തോന്നി. കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ ഒരു കംഫർട്ട് സോൺ ആണ്, ശരിയാണ്. പൈസ കുഴപ്പമില്ല, പുള്ളി ചിലവിനും കാര്യങ്ങൾക്കൊക്കെ തരുമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. മറ്റേത് സ്ട്രഗിളിലോട്ടായിരിക്കും പോകുന്നത്. ഒരു സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ മുന്നിലൊരു ട്രഷർ ഉണ്ട്. പക്ഷേ എങ്കിൽ ആ ട്രഷർ കിട്ടണം എന്നുണ്ടെങ്കിൽ വലിയൊരു സ്ട്രഗിൾ മുന്നിൽ കിടക്കുക. ആ സ്ട്രഗിള് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തയ്യാറാവാൻ വേണ്ടിയിട്ട് ആ ബുക്ക് എന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പുള്ളി പറയുന്നതിന് തിരിച്ച് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. പുള്ളി പോണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തുടർന്ന് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും PGയുടെ എല്ലാ അഡ്മിഷനും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫുള്ളി ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് പോകണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് ഒരു ഏവിയേഷൻ്റെ കോഴ്സിന് പോയി ചേർന്നു. പുള്ളി പൈസ തന്നില്ല, എൻ്റെ സ്വർണം പണയം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫീ അടച്ചത്. എന്നിട്ട് പക്ഷേങ്കിൽ അതിൻ്റെ യൂണിഫോം എന്നൊക്കെ പറയുന്നത് ഇത്ര ഉള്ള സ്കേർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളി ആവാട് ഒരു ദിവസം വിളിച്ചിട്ട് ഒരു 5 മിനിറ്റ് ആണ് ആൾ സംസാരിക്കുന്നത്. ഈ 5 മിനിറ്റിലും പുള്ളി പറയണത് അവൾ ആവശ്യം ഉണ്ടായിരുന്നു അതിന് ചേരണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഓക്കെ ഞാൻ നിർത്താമെന്ന് പറഞ്ഞ് ഞാനത് നിർത്തി. ഞാനതിന് പോയില്ല. പിന്നെ ഞാൻ ബഹളം വെച്ചു, എനിക്കിങ്ങനെ വീട്ടിലിരിക്കാൻ പറ്റില്ല, എനിക്ക് വീട്ടിലിരുന്നിട്ട് പ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു PSC കോച്ചിങ്ങിന് പോക്കുക. അത് വീടിൻ്റെ തൊട്ടടുത്തുള്ള PSC കോച്ചിങ് സെൻറ്ററിൽ പോകാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി. പിന്നെ അതേ സമയം അന്നൊക്കെ ഞാൻ എൻ്റെ ലുക്ക് കാര്യങ്ങൾ, എൻ്റെ ഡ്രസ്സിങ് ഒന്നും തന്നെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. ആ PSC കോച്ചിങ്ങിന് പോയി തുടങ്ങിയ ടൈം ആയപ്പോഴത്തേനും ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ ലുക്കൊക്കെ മാറ്റി തുടങ്ങി. ഞാൻ തടിയൊക്കെ കുറച്ച് ഞാൻ കൊണ്ടുവന്നു. തടിയൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഹാപ്പി അല്ലായിരുന്നു. എനിക്ക് എന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ പിന്നെ എനിക്ക് ഈ ബുക്ക് വായിച്ചത് തൊട്ട് ഈ ലൈഫ് എങ്ങനെയും കളയണം എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു. അങ്ങനെ PSC കോച്ചിങ്ങിനൊക്കെ പോയി. PSC കോച്ചിങ്ങിനൊക്കെ പോകുമ്പോൾ എനിക്ക് പുള്ളിനെ കളയണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ആരോട് എന്ത് പറയണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ PSC കോച്ചിങ്ങിന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് PSC കോച്ചിങ് യാതൊരു താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് അത് നിർത്തി. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോവും, ബുക്ക് എടുക്കും, വായിക്കും. ഒരാഴ്ച കൊണ്ട് 2-3 ബുക്ക് എടുത്താലും ഒരാഴ്ച കൊണ്ട് ഞാൻ വായിച്ച് തീർക്കും. രാത്രിയിൽ ഉറക്കം ഒഴിച്ചിരുന്നൊക്കെ പല ബുക്കുകൾ ഞാൻ ആ സമയത്ത് വായിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഓൾറെഡി 20 മിനിറ്റായി ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട്.
അപ്പം ഞാൻ ഇനി അടുത്ത ഒരു പാർട്ടായിട്ട് പറയാം. ഒരുപാട് 10-40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടാൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ് കാണാൻ. അതുകൊണ്ടാണ്. സോ ബാക്കി എന്തായി എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അത്രേ ഉള്ളൂ. ബൈ.